എൻ ശ്രീനാഥ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീനാഥ്, കൊച്ചിയിൽ എറണാകുളം മണ്ഡലത്തിൽ എങ്ങനെയുണ്ട് പൊതുവെ പോളിംഗ് ശതമാനം? അവിടെ വ്യാപകമായ രീതിയിലുള്ള വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട തകരാറുകൾ കേട്ടിരുന്നില്ല. പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? പൊതുവെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ കൂടുതൽ വോട്ടർമാർ എത്തുന്ന ഒരു മണ്ഡലമാണല്ലോ എറണാകുളം. രഞ്ജിത്ത്, ഏതാണ്ട് 40ഓളം ബൂത്തുകളിൽ പോളിംഗ് യന്ത്രത്തിന്റെ തകരാർ എറണാകുളത്തുണ്ടായിരുന്നു. അതുതന്നെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ പോളിംഗ് വൈകി ആരംഭിക്കാൻ കാരണം. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സുഗമമായി തന്നെ പോളിംഗ് മുന്നോട്ട് പോകുന്നുണ്ട്. എറണാകുളത്തെ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം 27.89% പോളിംഗ് നടന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത്. ചാലക്കുടിയിൽ ഏതാണ്ട് 30.14% വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ഉച്ചവരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഇത് അത്ര കുറഞ്ഞ കണക്കല്ല. 27-30 ഏതാണ്ട് 30% പോളിംഗ് നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് അത്ര ചെറിയ കണക്കല്ല. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 75%-ഓളമായിരുന്നു വോട്ടിംഗ് നടന്നിരിക്കുന്നത്. ഏതാണ്ട് അതിലേക്ക് തന്നെ വൈകുന്നേരത്തേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എറണാകുളത്ത് കളമശ്ശേരിയിൽ 28.36, പറവൂരിൽ 29.15, വൈപ്പിൽ 27.82, കൊച്ചിയിൽ 26.13, തൃപ്പൂണിത്തുറ 26.32, എറണാകുളത്ത് 28.15, തൃക്കാക്കരയിൽ 29.29, 29 തുടങ്ങി ഏതാണ്ട് എല്ലായിടത്തും ആവറേജ് ഒരു ശരാശരി 30%-അടുത്ത് വോട്ടിംഗ് നടന്നിരിക്കുന്നു. ഇനിയും നിരവധി പേർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാകും എന്നുള്ളതാണ് കരുതുന്നത്. രാവിലെ ഏതാണ്ട് 40ഓളം ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് അല്ലെങ്കിൽ വിവിപാറ്റ് യന്ത്രത്തിന്റെ തകരാറ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുമൂലം ചില സ്ഥലങ്ങളിലൊക്കെ വോട്ടിംഗ് വൈകിയാണ് ആരംഭിച്ചത്. ഇത്തരം സ്ഥലങ്ങളിൽ ഇനിയും കൂടുതൽ സമയം അനുവദിക്കണം എന്ന് ഹൈബി ഈഡൻ UDF സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും വളരെ സമാധാനപരമായി വോട്ടിംഗ് മുന്നോട്ട് പോകുന്നു. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖർ ഇന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഇന്നലെ എറണാകുളം നഗരത്തെ വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ കഴിയുന്നതും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്കാണ് വലിയ ക്യൂ നമുക്ക് ദൃശ്യമാകുന്നത്.